friends, welcome to shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ബീഫ് ഇഷ്ടമുള്ളവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ട് മാറുന്ന നല്ലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ പണിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വിശേഷ ദിവസങ്ങളിൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴോ ഇതുപോലെ ഒരു ബിരിയാണി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ബീഫ് ബിരിയാണി നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിനോടൊപ്പം തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ നമ്മുടെ കുക്കിംഗ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഏതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എണ്ണയും നെയ്യും എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറുകപ്പട്ടയും അതുപോലെ തന്നെ ഒരു 4 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, വലിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് വയനയിലയും കൂടി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും സ്പൈസസും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 2 സവാള. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ നീളത്തിന് അരിയാൻ വേണ്ടി നിൽക്കണ്ട, പൊടിയായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 സവാളയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് സമയത്ത് വഴറ്റി കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയാൽ മാത്രം മതിയാവും. ഏകദേശം ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബീഫ് ബിരിയാണി വളരെ രുചികരമായിട്ട് കുക്കറിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ ഒരു 4 പച്ചമുളകും ഒരു 7 ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബീഫ് ബിരിയാണിക്ക് എപ്പോഴും അതിൻ്റെ ആ ഒരു ടേസ്റ്റും എരിവും എല്ലാം കൊടുക്കുന്നത് ഈ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് അധികം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകൊക്കെ ഒന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടട്ടെ. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള മസാലകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. നമുക്കിതിലേക്ക് അധികമായിട്ട് മുളക് പൊടി ആവശ്യമായിട്ടില്ല. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ഇതിലേക്ക് അധികമായിട്ട് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി. 1/2 കിലോ ബീഫാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ല എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് ബീഫ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ബീഫിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ ഈ റൈസിലുണ്ടാവുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ബീഫും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്.
ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ബീഫ് മാത്രം വേവിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബീഫ് ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറല്ല നമ്മുടെ ആ ചോറിൽ പിടിക്കണമെങ്കിൽ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ബീഫ് വേവിച്ചെടുത്ത ആ വെള്ളത്തിൽ തന്നെ വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ബീഫെല്ലാം വെന്ത് കിട്ടുന്ന സമയത്ത് ഈ വെള്ളം ഇങ്ങനെ തന്നെ ഉണ്ടാകും കേട്ടോ ഇതിലേക്ക്. കാരണം ബീഫിൽ തന്നെ ധാരാളം വെള്ളം ഉണ്ടാവും. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു 7-8 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേഗിനനുസരിച്ചിട്ട് നമ്മൾ വിസിലൊക്കെ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ബീഫ് വെക്കുമ്പോൾ നമ്മുടെ കുക്കറിൽ എത്ര വിസിലാണോ ഇടുന്നത് അത് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. എന്നാൽ ശരി, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 വിസിൽ ഇതൊന്ന് വരട്ടെ. ഇതിപ്പോൾ ഒരു 7 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഉടൻ തന്നെ തുറന്ന് നോക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിങ്ങനെ ഇരുന്ന് ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോകട്ടെ. അതിനുശേഷം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ബീഫെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് വെന്തിട്ടുണ്ടാവണം. കയ്യിലെടുത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതിനുശേഷം ഗ്രേവി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. കാരണം ഇനി നമുക്ക് ചോറാണ് ഞാൻ അടുത്ത് വേവിച്ചെടുക്കേണ്ടത്. ബീഫിൻ്റെ കഷ്ണം മാത്രമായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവിയാണുള്ളത്. ഈ ഒരു ഗ്രേവി നമ്മൾ അരി അളന്നെടുക്കുന്ന അതേ കപ്പിന് തന്നെ ഒന്ന് അളന്നെടുത്തേക്കണം. അപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിലാണ് നമ്മുടെ ഗ്രേവി കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് 1 കപ്പ് അളവിലുണ്ട്. അത് നമ്മൾ അതേ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കപ്പിന് 2 കപ്പ് അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള രീതിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 2 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കാം. ആകെ നമ്മൾ 2 കപ്പ് അളവിലല്ലേ അരി എടുത്തിട്ടുള്ളത്. അതിന് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി നമ്മൾ വെച്ച് കൊടുത്ത ഈ വെള്ളം എല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയും വെള്ളവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മുടെ ഈ ചോറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ ആ ബീഫിൻ്റെ ആ ഒരു ചെറിയ ഉപ്പുണ്ടാവും. അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ ഉപ്പൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ബിരിയാണിക്ക് എപ്പോഴും നല്ലത് കൈമ റൈസ് എടുക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജീര റൈസും ബസ്മതി റൈസിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. കൈമ റൈസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തേക്കണം. 250 ml നമ്മൾ നേരത്തെ വെള്ളം അളന്നെടുത്തില്ലേ, ആ 250 ml കപ്പിന് 2 കപ്പ് അളവിലാണ് അരി ചേർത്ത് കൊടുക്കുന്നത്. അരി ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയാണ്. അതും കൂടി ചേർക്കുകയാണ്. അത്യാവശ്യം വലിയ ഒരു നാരങ്ങയുടെ കംപ്ലീറ്റ് ജ്യൂസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുണ്ട് നമ്മുടെ നാരങ്ങ ജ്യൂസ്. അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുന്തിരിയും കൂടി. അപ്പോൾ നമ്മൾ ഈ മുന്തിരിയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ, അതായത് മീഡിയം ഫ്ലെയിം വെക്കുമ്പോൾ നന്നായിട്ട് തീ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. എന്നാൽ ശരി, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയും ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. ഇപ്പോൾ ഇതിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു സമയം തന്നെ തുറന്ന് നോക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ ഒരു കംപ്ലീറ്റ് പ്രഷർ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ആ പ്രഷർ അങ്ങനെ നിർത്തിയിരുന്നാൽ മതിയാവും കേട്ടോ. അതിന് ശേഷം പിന്നീട് ഉണ്ടെങ്കിൽ പിന്നെ അത് തുറന്ന് വിട്ടതിന് ശേഷം നമുക്കൊന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ ആ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രഷർ ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് വിട്ടേക്കണം. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ആ വെള്ളം ചേർക്കുന്ന അളവൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കണ്ടോ. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ തന്നെ അങ്ങനെ കുഴഞ്ഞൊന്നും പോകാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത മുരിഞ്ഞ സവാളയും കൂടി അത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മുന്തിരി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഇനി നമുക്ക് മുന്തിരിയുടെ ആവശ്യമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് കുക്കറിൽ തന്നെ ബീഫ് ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ബീഫ് ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി രുചി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നില്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.